ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുൽത്തൈലം ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടില്ലേ, അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു മുറ്റമൊക്കെ ആട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പൂക്കളൊക്കെ കണ്ടായിരുന്നു. അതൊന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങനെ നിന്നതാട്ടോ. അപ്പോൾ നമുക്കിനി ഏറുമാടം കയറണം. അപ്പോൾ ഏറുമാടത്തിലാണെങ്കിൽ നിറയെ കുട്ടികളാണ്. അപ്പോൾ അവരവിടെ നിന്ന് മാറിയിട്ട് വേണം നമുക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കൂടെയുള്ള ഗ്യാങ്ങുകളൊക്കെ ദൂരെ ഒരു പാറയുണ്ട്, അവിടെ നല്ല കാറ്റുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങടേക്ക് പോയേക്കാട്ടോ. അപ്പോൾ ഈ കുട്ടികളിവിടെ ഭയങ്കര കളിയും ചിരിയും തന്നെയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് പോകുമ്പോൾ ഇവർ ഏറുമാടം കയറണത് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നല്ല കാറ്റുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയാണ് അവരൊക്കെ പോയിരിക്കണത്. ഇതിപ്പോൾ പ്രകൃതിയുടെ തന്നെ നല്ല സാധാരണ ഒരു പാറക്കെട്ടും കാടും ഒക്കെ ആയിട്ട് ഇവിടെ ആരും ഒന്നും മനുഷ്യനിർമ്മിതിയായിട്ടൊന്നും ചെയ്തിട്ടില്ല ഈ കാറ്റ് കൊള്ളാനായിട്ട് നമ്മൾ പോയിരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പയ്യൻ കുതിരപ്പുറത്തൊക്കെ കയറി പോകണുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വീഡിയോ എടുത്തു. ഇതാ ഞാൻ പറഞ്ഞ നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് അവർ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനും അങ്ങടേക്ക് പോകട്ടോ. അവിടെ ഇങ്ങനെ കൊച്ചു കൊച്ചു കുടിൽ പോലെയൊക്കെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ മരം കൊണ്ട് തന്നെ, മരത്തിൻ്റെ കമ്പുകൾ കൊണ്ട് തന്നെ ഇങ്ങനെ ബെഞ്ച് പോലെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് സംസാരിക്കുകയോ കാറ്റുകൊള്ളുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഞങ്ങൾ അവിടെയും കഴിഞ്ഞ് കുറച്ചുകൂടി ദൂരേക്ക് നാച്ചുറലായിട്ടുള്ള കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇഞ്ചിപ്പുല്ലിൻ്റെ പുല്ലുകളും പാറക്കെട്ടുകളും അങ്ങനെയൊക്കെയാണ്. അതിങ്ങനെ കാണുമ്പോൾ ഒന്നും നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ നമ്മളവിടെ ചെന്നിരിക്കുമ്പോൾ നല്ല സുഖമാണ്. അതൊരു വല്ലാത്ത ഫീലാണ്. അതങ്ങനെ ആ പാറക്കെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് കാറ്റുകൊണ്ട് കുറേ നേരം ഇങ്ങനെ ചിന്തിച്ചൊക്കെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ഈ കാണുന്നത്. നല്ല മലനിരകളും നല്ല തണുത്ത അന്തരീക്ഷവും നല്ല കാറ്റും ഒക്കെ കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ. അപ്പോൾ ആ സ്കൂൾ കുട്ടികൾ ഏറുമാടം കയറി കഴിഞ്ഞിട്ട് ഇവിടെ കാറ്റ് കൊള്ളാനിരുന്നവർ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും ഏറുമാടം അന്വേഷിച്ച് തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേനും ഇവരുടെ കാറ്റ് കൊള്ളലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയി. അപ്പോൾ ഈ പാറയിലാട്ടോ അവർ വന്നിരുന്നത്, എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാവരും. അപ്പോൾ അവർ അവിടെ നിന്ന് എണീറ്റ് പോയി. ഞങ്ങളിവിടെ കുറച്ച് നേരം കൂടി കറങ്ങി നിന്നിട്ട് തിരിച്ച് വീണ്ടും അവരുടെ അടുത്തേക്ക് തന്നെ പോവാട്ടോ. അപ്പോൾ ഇപ്പോഴത്തേനും നേരം സന്ധ്യയായി തുടങ്ങി കേട്ടോ. ഈ ചെടി കണ്ടോ, ഇതാണ് യൂക്കാലി. നമുക്ക് യൂക്കാലി തൈലം ഉണ്ടാക്കുന്ന ചെടിയാണിത്. ഇത് എന്തൊക്കെയോ നമ്മൾ ഈ പുൽത്തൈലത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ വാറ്റിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞാനപ്പോൾ അത് കയ്യിൽ തിരുമ്മിയിട്ട് ഇങ്ങനെ മണത്ത് നോക്കിയതാട്ടോ. അപ്പോൾ ഇതാണ് ഏറുമാടം. അപ്പോൾ ഇവരെല്ലാവരും ഏറുമാടത്തിൽ കയറിയിട്ടുണ്ട്. ഞാനും പിന്നെ ഏന്തി വലിഞ്ഞ് അതിൻ്റെ പൊക്കത്തേക്ക് കയറിയിട്ടു. അപ്പോൾ ഞാനും ഇങ്ങോട്ട് കയറി ചെല്ലുന്ന ഇവർ വിചാരിച്ചേ ഇല്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ അവരിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഏറുമാടത്തിനകത്ത് എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ കുലുങ്ങോട്ട്, ഇത് നല്ല ഹൈറ്റിലാണ്, ഈ മരത്തിൻ്റെ പൊക്കത്താണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കണത്. അപ്പോൾ ഇവരിങ്ങനെ കുലുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ആടും. അപ്പോൾ പേടി വരും. പക്ഷേ ഞാനവിടെ കയറി വീഡിയോയൊക്കെ എടുത്തിട്ടാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരേക്ക് കാഴ്ച കിട്ടും കേട്ടോ. നല്ല ഹൈറ്റിലാണല്ലോ ഇരിക്കണത്. പിന്നെ നല്ല കാറ്റുമുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമാണ്. നമ്മുടെ അവിടെയൊന്നും ഇപ്പം മരം കയറാൻ പോലും പിള്ളേർക്ക് മരങ്ങൾ പോലും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ മാവും പുളിയും പേരയൊക്കെ മുറ്റത്തുണ്ടാവും. നമ്മൾ അതിലൊക്കെ വലിഞ്ഞ് കയറിയിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നുമില്ല. പിന്നെ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോഴത്തേനും നല്ല ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇനി അവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, കമ്പിവേലിയിൽ ഇങ്ങനെ കറണ്ട് ഇടുന്നു. അപ്പോൾ അതിൻ്റെ സമയമായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് കയറിപ്പോന്നു. അങ്ങനെ കയറി പൊക്കത്തെത്തിയ സ്ഥലമാട്ടോ ഇത്. ആ വഴിയൊന്നും ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല. ആ വഴി തന്നെ തിരിച്ച് കയറി പോന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റോഡാണിത്. ഇതിൻ്റെ ഇറക്കത്തിലേക്കാണ് നമ്മൾ ആ ഭ്രമരം പോയിൻറ്റിലേക്ക് ഇറങ്ങിപ്പോയത്. അവിടെയായിരുന്നു ഈ കണ്ട കാഴ്ചകളൊക്കെ. പിന്നെ ഇനി നമുക്കൊരു കോഫിയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഒരു കോഫി ഷോപ്പിൽ കയറിയേക്കാണ്. അപ്പം അങ്ങോട്ട് പോണ വഴിക്ക് അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ചെടികളൊക്കെ കണ്ടപ്പോൾ നോക്കി നിന്നതാണ്. പിന്നെ കുറച്ച് പേര് കോഫി കുടിച്ചു, കുറച്ച് പേര് ഷെയ്ക്ക് കുടിച്ചു. ഇപ്പോൾ ഈ തണുപ്പത്ത് തന്നെ ഷെയ്ക്ക് കുടിക്കണമെന്ന് ചോദിച്ച് കളിയാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ കോഫി കുടിച്ചു. നല്ല കോഫിയായിരുന്നു. ഇവിടെ തന്നെ കോഫി പൗഡർ ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കണതാണല്ലോ ഈ കോഫിയൊക്കെ. നല്ല ടേസ്റ്റാണ് അതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ കയറിയ കോഫി ഷോപ്പ്. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് മായയുടെ വീടെത്തി. ഞങ്ങൾ അന്ന് രാത്രി അവിടെ റെസ്റ്റ് എടുത്തിട്ട്
ഇപ്പോൾ കാണിക്കാൻ പോണത് പിറ്റേ ദിവസത്തെ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഇരവികുളം നാഷണൽ പാർക്കിൽ കാണാനായിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ ഓഫ് റോഡ് ട്രക്കിംഗ് ആണ് മെയിനായിട്ട്. അപ്പോൾ അവരുടെ തന്നെ ഒരു ട്രക്കുണ്ട്. ആ ട്രക്കിൽ കയറിയിട്ട് അപ്പോൾ ഇപ്പോൾ നല്ല മഴയും മഞ്ഞും ആണ് കേട്ടോ. ഞങ്ങളിവിടെ വരുമ്പോൾ നല്ല ചാറ്റൽ മഴയും മഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ റെയിൻ കോട്ടുകൾ വിൽക്കാനായിട്ട് ഇങ്ങനെ കുറേ പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ നിന്ന് റെയിൻ കോട്ട് വാങ്ങിയിട്ട് ഇവിടുന്ന് പാസ് എടുക്കണം. ഇവിടുന്ന് പാസ് എടുത്തിട്ട് ഓരോരുത്തർക്ക് ഇത്ര രൂപ വെച്ച് പാസ് ഉണ്ട്. ആ പാസ് എടുത്തിട്ട് അവരുടെ തന്നെ ട്രക്കിൽ നമ്മളെ മലമുകളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ എന്താ കാഴ്ചകൾ കാണാനുള്ളതെന്ന് നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ അവിടെ ചെന്ന് അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങനെ അവരുടെ ട്രക്കിൽ കുറച്ച് ഹൈറ്റിലേക്കുള്ള മല കയറ്റിക്കൊണ്ട് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനക്കൂട്ടങ്ങൾ വരുന്നത് കാണാം. പിന്നെ മഞ്ഞ് മൂടിയ മലകളുണ്ട്, പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇതൊക്കെയാണ് അവിടെയുള്ള കാഴ്ചകൾ എന്നാണ് പറഞ്ഞത്. പിന്നെ കുറേ ദൂരം ഇങ്ങനെ കാട്ടിലൂടെ ഒരു ട്രക്കിംഗ് സവാരി, അതാണ് ഉദ്ദേശിക്കണതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഇതിലും വലുതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. വലിയ വലിയ വെള്ളച്ചാട്ടങ്ങളും ഓഫ് റോഡ് ട്രക്കിങ്ങും എല്ലാം കഴിഞ്ഞു. മഞ്ഞ് മൂടിയ മലകളൊക്കെ നമ്മൾ വേറെ വേണ്ടത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ഇതിനായിട്ട് വേണ്ടി ഈ മഴയിൽ നനഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ട്രക്കിങ്ങിന് കയറിയിട്ടില്ല. വേറെ പ്രത്യേകിച്ച് അവിടെ കാണാനൊന്നും കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, അത് അങ്ങനത്തെ വണ്ടികളിലാട്ടോ കൊണ്ടുപോകണത്. പിന്നെ ഞങ്ങൾ കയറിയില്ല, ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഉപ്പിലിട്ട മാങ്ങയും പച്ചക്കയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് പോന്നു. പിന്നെ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഈ ഇതിന് പറയുന്നത് ഇരപ്പൻ ചിറ എന്നാട്ടോ. ഭയങ്കര സൗണ്ടിൽ വെള്ളം പോണ വെള്ളച്ചാട്ടമാണത്. അപ്പോൾ അത് എത്ര പെർഫെക്റ്റ് ആയിട്ട് ആ വീഡിയോ വന്നില്ല. അത് അപ്ലോഡ് ചെയ്തപ്പോൾ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ട് ഫുൾ സ്ക്രീൻ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലൊന്നും കൂടി ആഡ് ചെയ്ത് വിട്ടതാട്ടോ അതിൻ്റെ. നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ലൊരു പാലാണ്, അവിടെ നിന്ന് വന്ന വെള്ളം. പിന്നെ ഇതാണ് ഷവർ പോലെ വെള്ളം ചാടുന്ന വെള്ളച്ചാട്ടം. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ കുളിക്കുകയൊക്കെ ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ക്ലിപ്പിങ്സും ഞാൻ ഇതിൽ ചേർത്തതാണ്. കാരണം എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഇത് കാണണമെന്ന് തോന്നുമ്പോൾ മിസ്സാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിൽ കയറ്റിയതാണ്. അപ്പോൾ പിന്നെ തിരിച്ചുള്ള വരവിൻ്റെ കാഴ്ചകളാട്ടോ ഇതൊക്കെ. പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.